2023 ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ശക്തമായി മത്സരരംഗത്ത് ചുവടുറപ്പിച്ച സമയം. മിക്ക അഭിപ്രായ വോട്ടെടുപ്പുകളും വിജയം പ്രവചിച്ചത് കോൺഗ്രസിലായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ BJPയുടെ പോരാട്ടം നയിക്കാൻ ചുമതലപ്പെടുത്തിയത് ബീഹാറിൽ നിന്നുള്ള യുവ നേതാവ് നിതിൻ നബീനെയാണ്. നിതിൻ തന്റെ സൂക്ഷ്മവും ചിട്ടയുമായ പ്രവർത്തനത്തിലൂടെ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മിന്നുന്ന വിജയം സമ്മാനിച്ചു. ഇതോടെയാണ് നിതിൻ നബി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇഷ്ടഭാജനമായി മാറിയത്. BJPയുടെ പുതിയ ദേശീയ പ്രസിഡന്റായി നിതിൻ നബി ചുമതലയേറ്റതോടെ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുന്നത് BJPയിലെ തലമുറ മാറ്റത്തെക്കുറിച്ചാണ്. അടൽ ബിഹാരി വാജ്പേയി, മുരളി മനോഹർ ജോഷി, കുശ്വാഹ് താക്കറെ, ബംഗാരു ലക്ഷ്മൺ, ജന കൃഷ്ണമൂർത്തി, വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത്ഷാ തുടങ്ങി തലമുതിർന്ന നേതാക്കൾ കൈകാര്യം ചെയ്ത BJP പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് 45-കാരനായ നിതിൻ നബീൻ എത്തുന്നത്. ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് നിതിന് പുതിയ ചുമതല നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിതിൻ നബീൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന പാർട്ടി നേതാക്കൾ ഒരേ സ്വരത്തിലാണ് നിതിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങിയത്. 37 സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് നിതിന് വേണ്ടി സമർപ്പിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിയന്ത്രണം തിരിച്ചുപിടിക്കാനായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കരുതപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ BJPയുടെ വേരുറപ്പിക്കുക എന്നതാണ് നിതിൻ നബീന് നേരിടാൻ പോകുന്ന പ്രഥമ വെല്ലുവിളി. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കേണ്ടതും നബീന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ്. BJP ദേശീയ പ്രസിഡന്റായി നിതിൻ നബീനെ തെരഞ്ഞെടുത്തതിനെ തുടർന്ന് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് BJPയിലെ തലമുറ മാറ്റത്തെക്കുറിച്ചാണ്. BJPയുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസിനെ നയിക്കുന്നത് 84-കാരനായ മല്ലികാർജുൻ ഖാർഗെയാണ്. യുവനിരയെ കളത്തിലിറക്കി മുഖമനക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കൾ. പാർട്ടിയിൽ യുവാക്കളായ പുതിയ നേതൃനിരയുടെ കടന്നുവരവ് യുവതലമുറയെ ഒന്നടങ്കം പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.